ഒരു അപകടം സംഭവിക്കാം, അപകടം 100% ഒഴിവാക്കണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചാലും അപകടം സംഭവിച്ചു പോകാം. അപകടത്തിൽ ഇപ്പോൾ ഒരാളെ കുറ്റം പറയാൻ നമുക്ക് എത്രമാത്രം കഴിയുമെന്നറിയില്ല. പക്ഷേ അപകടം നടന്നാൽ സാധാരണ നോക്കൂ, നമ്മൾ ഏത് ആശുപത്രിയിൽ പോയാലും അവിടെ ഒരു തരത്തിലുള്ള അഗ്നിബാധ ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്നുള്ളത് ഭിത്തികളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാം. വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന കേന്ദ്രമാണ്. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ, അതും തീവ്രപരിചരണ വിഭാഗത്തിന് സമീപം തീപിടുത്തം ഉണ്ടായപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ ആ രംഗത്തുണ്ടായിരുന്ന യൂസഫ് അലി പറയുന്നത്. അപ്പോൾ ഇത്രയേ നമ്മൾ സുരക്ഷയെ കെയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ് തന്നെ പറഞ്ഞല്ലോ, നമ്മൾ 155 രോഗികളുണ്ടായിരുന്ന ഒരു അത്യാഹിത വിഭാഗത്തിലുണ്ടായ അങ്ങേയറ്റം പരിഭ്രാന്തി പടർത്തിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ 151 രോഗികളിൽ 114 ആളുകളെയും അവരെ മെഡിക്കൽ കോളേജിൽ തന്നെ വിവിധ ICUകളിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ബാക്കി വരുന്ന 12 പേരെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ നടപടികളെല്ലാം നടന്നത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മളെല്ലാവരും അറിയണം. അപ്പോൾ യൂസഫ് അലി അവിടെ ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹം പരിഭ്രാന്തിയിൽപ്പെട്ട ഒരാളാണ്. ആ സന്ദർഭത്തെ എങ്ങനെ മാനേജ് ചെയ്യണം നമ്മൾ ഓരോരുത്തരും നേരിടുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അവിടെ ഈ 151 പേരിൽ 114 ആളുകളെയും മെഡിക്കൽ കോളേജിലെ വിവിധ ICUകളിലേക്ക് മാറ്റി. അതേപോലെ തന്നെ 12 പേരെ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റ് ആളുകളെ 25ഓളം പേരെയാണ് ഈ കോഴിക്കോട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്, അതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. മറ്റ് അവിടെ ആ സമയത്ത് ഓടിയെത്തിയ എല്ലാ ആളുകളും അതിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചു. പക്ഷേ നിർഭാഗ്യകരമായ 5 പേരുടെ ജീവൻ പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തരമൊരു ക്രൈസിസ് ഘട്ടത്തിൽ, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് കൈകാര്യം ചെയ്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പരിമിതികൾ ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ ഉന്നത തലത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഉന്നത തലത്തിൽ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്, ഇത്തരം ആശുപത്രികൾ, ഇവിടെ അഭിലാഷ് എന്നോട് ചോദിച്ചത് അവിടെ ആവശ്യമായ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാണ്. തീർച്ചയായിട്ടും അതുള്ളത് കൊണ്ടാണല്ലോ ജീവനക്കാർക്ക് 151 രോഗികളിൽ നിന്ന് 114 ആളുകളെയും, ഇതെല്ലാം അത്യാഹിത വിഭാഗത്തിലെ രോഗികളെയാണ്, ആളുകളെയും ഇപ്പൊ നമുക്കൊരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകൾ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോ യൂസഫ് അലി മാത്രമല്ല, മരിച്ചുപോയിട്ടുള്ള ഗോപാലന്റെ മകളുടെ ഭർത്താവ് പറഞ്ഞത് ഡോക്ടർമാരും നഴ്സുമാരും സ്റ്റാഫും ഒക്കെ സ്വന്തം ജീവൻ അവഗണിച്ചുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ്. ശരിയാണ്, അവിടുത്തെ മനുഷ്യർ അങ്ങനെ ശ്രമിച്ചു, അവർ പെടാപ്പാട് പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഇത്രയും അധികം ആളുകൾ വരുന്ന ഒരിടത്തെ ഫയർ മാനേജ്മെന്റ് സിസ്റ്റം ഇങ്ങനെയാണോ ആകേണ്ടത്? ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അലാം മുഴങ്ങണം, അതിനുശേഷം കൃത്യമായ ആളുകളെ ഇവോക്കേറ്റ് ചെയ്യാൻ സാധാരണ നിലയിൽ ഒരു പദ്ധതി ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ആ നോംസ് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടങ്ങൾക്ക് അനുമതി പോലും കൊടുക്കാറ്. നമ്മൾ വലിയ ആളുകൾ കൂടുന്ന എല്ലാ ഇടങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പം അങ്ങനെയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്നത് പോലെ ആളുകൾക്ക് സ്വന്തം ജീവൻ പണയം വെച്ചും ഈ ഡോറ് തല്ലിപ്പൊളിച്ചും സ്റ്റെയർ കേസിലൂടെ വീൽ ചെയർ ഇറക്കിയൊക്കെ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നു. അപ്പോൾ ഈ പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് ധാരാളം ഫോൾട്ടുകൾ ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അല്ല, അതിന് എന്തെങ്കിലും പരിമിതി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. പക്ഷേ ഈ 151 പേരിൽ 114 പേരെയും മെഡിക്കൽ കോളേജിലെ വിവിധ ICUകളിലേക്ക്, അഭിലാഷിന് അറിയാമല്ലോ, ഇവിടെ ഇരിക്കുന്ന നിജേഷിന് അറിയാമല്ലോ, മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങൾ പല സ്ഥലങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ഈ വിവിധ ICUകളിലേക്ക് എങ്ങനെ മാറ്റാൻ കഴിഞ്ഞു? അതേപോലെ തന്നെ 14 പേരെ എങ്ങനെ മറ്റ് ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു? എങ്ങനെ ആളുകളെ സ്വകാര്യ ആശുപത്രികൾക്ക് മാറ്റാൻ കഴിഞ്ഞു? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സുരക്ഷാ സംവിധാനം ശക്തമായി തീവ്രമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്, ഡോക്ടർമാരും അതേപോലെ തന്നെ മറ്റെല്ലാ ആളുകളും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു തീപിടുത്തം പോലുള്ള ഒരു അപകടമുണ്ടാകുമ്പോൾ അവിടെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ? ആ കാര്യം നമുക്കിപ്പോൾ അറിയില്ല, എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അറിയില്ല. തീർച്ചയായിട്ടും അത് ഉന്നത തലത്തിൽ തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ അന്വേഷിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നിർഭാഗ്യകരമായ സംഭവത്തെ വെച്ചുകൊണ്ട് നമ്മൾ അതെന്താണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ ഈ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കോഴിക്കോട് കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സങ്കല്പം 1990കളിൽ ഉയർന്നു വന്നതാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം കോഴിക്കോട് ഉറപ്പിച്ച് നിർത്തിയത്? ഒരുപക്ഷെ അഭിലാഷ് ഓർമ്മിക്കുന്നുണ്ടാവും, എറണാകുളത്ത് നടന്ന ജിമ്മിൽ 2002 വിൽപ്പനയ്ക്ക് വെച്ച ഒന്നാണ് കോഴിക്കോട്ടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം എന്ന്. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നൽക്കാണ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റ് ഇപ്പോൾ ഉണ്ടായത്. അത് ഈ മലബാറിലെ
വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ചെലവ് കൂടിയ ചികിത്സ നൽകുന്ന ജീവൻ രക്ഷാ ചികിത്സ നൽകുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ പിഴവുകൾ, അതിനവിടെ ആവശ്യമായ പ്രിക്കോഷൻ ഉണ്ടായില്ലേ? ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇപ്പോഴുണ്ടായ സംഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സാധ്യമായ പ്രവർത്തനങ്ങൾ അവിടുത്തെ രോഗികളെ രക്ഷിക്കുന്ന കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അതാണല്ലോ ഉന്നത തലത്തിൽ നടക്കുന്ന അന്വേഷണം. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ആ കാര്യത്തിലെ ഉറപ്പാണ് ആരോഗ്യമന്ത്രി ഇന്ന് കോഴിക്കോട് വന്ന് നിങ്ങളോടൊക്കെ മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞു.